കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഉരുളി വെച്ച് നന്നായി ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ച 1 കിലോ നാടൻ നെല്ലിക്കയാണ് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് നന്നായിട്ട് വഴണ്ട് വെന്ത് വരും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. നെല്ലിക്കയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് എണ്ണയ്ക്കകത്തു നിന്നൊന്ന് കോരി മാറ്റാം. ഇപ്പം നെല്ലിക്കയെല്ലാം എണ്ണയ്ക്കകത്തുനിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ആവശ്യമായ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെന്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് അല്പം പോലും വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല. വിനാഗിരി വേണമെന്നുള്ളവർക്ക് അല്പം വിനാഗിരിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുന്നു.